നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാൻ വഅത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ ഫകഅന്നമാ സാമ അദ്ദഹർ. ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും അതിനുശേഷം ശവ്വാലിൽ നിന്ന് 6 നോമ്പുകൾ അവൻ അതിനെ തുടർത്തുകയും ചെയ്താൽ, അതിനുശേഷം പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫകഅന്നമാ സാമ അദ്ദഹർ, അവൻ വർഷം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ്. ശവ്വാലിലെ 6 നോമ്പുകൾ വലിയ പ്രതിഫലമുള്ള സുന്നത്ത് നോമ്പുകളാണ്. അവയുടെ കാര്യത്തിൽ നമ്മൾ അലസത കാണിക്കാതിരിക്കാൻ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, റമദാനിൽ സംഭവിച്ചു പോയ പിഴവുകൾ, കുറവുകൾ, അവ പരിഹരിക്കാൻ ഈ ശവ്വാലിലെ 6 നോമ്പുകൾ കാരണമാണ്. ഫർദ് നിസ്കാരങ്ങളിലെ കുറവുകൾ പരിഹരിക്കാൻ സുന്നത്ത് നിസ്കാരങ്ങൾ കാരണമാണ് എന്നതുപോലെ റമദാനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശവ്വാലിലെ ഈ 6 നോമ്പ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ റമദാൻ നോമ്പ് ഒരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് ശവ്വാലിലെ 6 നോമ്പ് നിർവഹിക്കാൻ അവന്റെ മനസ്സിൽ ആഗ്രഹം തോന്നുകയും അത് പ്രവർത്തിക്കാൻ അവന് സാധിക്കുകയും ചെയ്യുക എന്ന്. മുൻഗാമികൾ പറഞ്ഞതുപോലെ ജസാഉൽ ഹസനതി ഹസനതും മിസ്ലുഹാ, ഒരു നന്മക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ വീണ്ടും നന്മ ചെയ്യാൻ അള്ളാഹു വഴിയൊരുക്കലാണ്. റമദാനിലെ നോമ്പ് നിനക്ക് നല്ല രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലങ്ങളിൽ ഒന്നാണ് ശവ്വാലിലെ 6 നോമ്പ് നിർവഹിക്കാൻ നിനക്ക് സാധിക്കുക എന്ന്. ശവ്വാലിലെ 6 നോമ്പുകൾ അവ സഹോദരങ്ങളെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ ആരംഭിക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അത് തന്നെ തുടർച്ചയായി നിർവഹിച്ചാൽ അതാണ് കൂടുതൽ നല്ലത്. ഇടയിൽ ഇടവേളകളില്ലാതെ ശവ്വാൽ 2 മുതൽ ശവ്വാൽ 7 വരെ 6 നോമ്പുകൾ തുടർച്ചയായി നിർവഹിക്കുന്നതാണ് ഹദീസിലെ പദത്തിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന രൂപം. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ ശവ്വാൽ 1 കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ശവ്വാലിൽ നിന്ന് 6 നോമ്പുകൾ നോൽക്കാവുന്നതാണ്. അത് ഉടനെ തന്നെ നിർവഹിക്കണമെന്ന നിർബന്ധമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ നിന്ന് 6 നോമ്പുകൾ നോറ്റാൽ മതി. ഒരാൾ ശവ്വാലിൽ 6 നോമ്പുകൾ അതിന്റെ ശവ്വാലിന്റെ 10 മുതലോ 5 മുതലോ 15 മുതലോ അവൻ നിർവഹിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ ചെയ്താലും അവന് അത് ശരിയാകുന്നതാണ്. ഇനി ഒരാൾക്ക് ശവ്വാലിൽ 6 നോമ്പുകൾ തുടർച്ചയായി എടുക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ അവന് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ശവ്വാൽ മാസത്തിലെ ഈ 6 നോമ്പുകൾ നിയ്യത്ത് വെച്ചുകൊണ്ട് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കാവുന്നതാണ്. അവന്റെ മനസ്സിൽ നീയത്തുണ്ട് എങ്കിൽ 2 പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ഒന്ന് ശവ്വാലിലെ നോമ്പിന്റെ പ്രതിഫലവും 2 തിങ്കളാഴ്ച നോമ്പിന്റെ പ്രതിഫലവും, അതല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പിന്റെ പ്രതിഫലവും. തിങ്കളും വ്യാഴവും നോമ്പ് നോൽക്കുക എന്നത് സുന്നത്താണ്. ഒരു നോമ്പിൽ നിന്ന് തന്നെ അവന് 2 പ്രതിഫലങ്ങൾ ലഭിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഹോദര, ശവ്വാലിലെ നോമ്പ് സുന്നത്ത് നോമ്പാണ് എങ്കിലും അത് എടുക്കുന്നതിന് മുൻപ് രാത്രിയിൽ നീയത്തുണ്ടായിരിക്കണം. റമദാനിലെ നോമ്പ് പോലെ തന്നെ റമദാൻ നോമ്പുകൾ സുബ്ഹിന് മുൻപ് നീയത്തുണ്ടായിരിക്കണം എന്നതുപോലെ ശവ്വാലിൽ 6 നോമ്പുകൾ നോൽക്കുന്ന സന്ദർഭത്തിലും ഈ നീയത്ത് രാത്രിയിൽ ഉണ്ടായിരിക്കണം. രാവിലെ ഒരാൾ എഴുന്നേറ്റ് കുറച്ചു നേരം ഭക്ഷണമൊന്നും കഴിക്കാതെ സമയം ചെലവഴിച്ചു, ഇനി അങ്ങ് നോമ്പ് നോറ്റ് കളയാം എന്നത് ശവ്വാൽ നോമ്പിന്റെ കാര്യത്തിൽ പറ്റുകയില്ല. അത് നിരുപാധികമായ സുന്നത്ത് നോമ്പുകളിൽ മാത്രമാണ് ആ വിധിയുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ശവ്വാലിൽ 6 നോമ്പ് നോൽക്കുന്ന ആളുകൾ റമദാനിലെ ഏതെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഖദാ വീട്ടിയതിന് ശേഷം മാത്രമേ ശവ്വാലിൽ നോമ്പ് നോൽക്കാൻ പാടുള്ളൂ.
സ്ത്രീകൾ ആരെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെട്ടവരുണ്ട് എങ്കിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ ഖദാ വീട്ടിയതിനു ശേഷം മാത്രമാണ് ശവ്വാലിലെ 6 നോമ്പുകൾ നോൽക്കാൻ പാടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാൻ ثم أتبعه ستا من شوال. ആരെങ്കിലും റമദാൻ മുഴുവൻ നോമ്പെടുക്കുകയും എന്നിട്ട് ശവ്വാലിൽ 6 നോമ്പുകൾ നോമ്പെടുക്കുകയും ചെയ്താൽ അവൻ ഈ പറഞ്ഞ പ്രതിഫലമുണ്ട്. റമദാനിലെ നോമ്പ് ആദ്യം കടിയണം. പൊതുവെ സുന്നത്ത് നോമ്പുകൾക്ക് ഇല്ലാത്ത ഒരു വിധിയാണ് ശവ്വാലിലെ നോമ്പിനുള്ളത്. സുന്നത്ത് നോമ്പുകൾ പൊതുവെ റമദാൻ അതിലെ ഖദാ ബാക്കിയുണ്ട് എങ്കിലും ഒരാൾക്ക് എടുക്കാവുന്നതാണ്. മുഹറം 10 നോമ്പോ മുഹറം 9 നോമ്പോ അറഫ നോമ്പ്, ഈ പറഞ്ഞ നോമ്പുകളൊക്കെ ഒരാൾക്ക് റമദാനിലെ നോമ്പുകൾ ഖദാ വീട്ടാനുണ്ട് എങ്കിലും അവന് നോൽക്കാവുന്നതാണ്. എന്നാൽ ശവ്വാലിലെ 6 നോമ്പുകൾക്ക് മാത്രം ബാധകമായ വിധിയാണ് ഈ പറഞ്ഞ വിധി. റമദാനിലെ മുഴുവൻ നോമ്പുകൾ നോറ്റു വീട്ടിയതിന് ശേഷം മാത്രമേ ശവ്വാലിൽ നോൽക്കാൻ പാടുള്ളൂ. ചില ആളുകൾ ചോദിച്ചേക്കാം, ഖദാ വീട്ടിക്കഴിഞ്ഞു, പിന്നെ ശവ്വാലിൽ നോമ്പ് നോൽക്കാൻ സമയമില്ല, എങ്കിൽ എന്തു ചെയ്യണം? എങ്കിൽ അവനൊന്നും ചെയ്യേണ്ടതില്ല. ശവ്വാലിലെ ആ നോമ്പ് അവന് നഷ്ടപ്പെടുന്നതാണ്. അത് പിന്നീട് ഖദാ വീട്ടുക എന്നത് അങ്ങനെ ഒരു രീതി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇത് ശവ്വാലിലെ നോമ്പൻ ശവ്വാലിൽ സാധിച്ചാൽ അൽഹംദുലില്ലാഹ്, സാധിച്ചിട്ടില്ല എങ്കിൽ അവന് ആ പറഞ്ഞ നോമ്പുകൾ ഖദാ വീട്ടാൻ അവസരമില്ല.